അത്രി മഹർഷിയുടെ തപസ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ പത്നിയോടുകൂടി അത്രി മഹർഷി അനസൂയയോടുകൂടി തപസ്സിനായിട്ട് വൃക്ഷപർവ്വതത്തിൽ പോയിട്ട് അനവധി കാലം തപസ് അനുഷ്ഠിച്ചു. അതും ഈശ്വരഭക്തിയോടുകൂടി നിഷ്ഠയോടുകൂടി മറ്റൊന്നും ചിന്തിക്കാതെ കണ്ട് പിതാവിൻ്റെ വാക്കതുപോലെ പാലിക്കാൻ വേണ്ടിയിട്ട് ആ ധർമാനുഷ്ഠാനം തെറ്റാതെ കണ്ട് അനവധി കാലമാണ് പത്നിയും ഭർത്താവും കൂടി അനസൂയയും അത്രി മഹർഷിയും കൂടി വൃക്ഷപർവ്വതത്തിൽ പോയിട്ട് ഭക്തിയോടുകൂടി തപസ്സനുഷ്ഠിച്ചു. തസ്മിൻ പ്രസൂവനസ്തഭഗപലാശാശോകാനനെ വാർഭീസ്രവദ്ഭിരുദ്ഭുഷ്ടേ നിർവിന്ധ്യായ സമന്തത പ്രാണായാമേന സംയമ്യ മനോവരിഷശതം മുനി അധിഷ്ഠദേകപാദേന നിർദ്വന്ദ്വോ നിലഭോജന ശരണം തം പ്രപദ്യേഹം യേവ ജഗദീശ്വര പ്രജാമാത്മസമാം മഹ്യം പ്രയച്ഛത്വിധി ചിന്തയൻ. തപസ്സിനായിട്ട് നല്ല സ്ഥലം കണ്ടെത്തി വൃക്ഷപർവ്വതത്തിലാണ്. അവിടെ എല്ലാ കാലത്തും ഒരുപോലെ മനസ്സിന് ആനന്ദത്തെ തരാൻ പറ്റിയ സ്ഥലമാണ്. ഏകാഗ്രത കൂടുതൽ കിട്ടാൻ പറ്റിയ സ്ഥലമാണ് ഈ വൃക്ഷപർവ്വതം. മനസ്സ് വേറെ എങ്ങോട്ടും പോവാതെ കണ്ട് ഏകാഗ്രമായിട്ട് ഇരുന്നു കൊണ്ട് മനസ്സടിപ്പിക്കാതെ കണ്ട് ഈശ്വരനെ രണ്ടുപേരും ഭക്തിയോടുകൂടി സേവിച്ച്, അതും ഭഗവാനെ പ്രാണായാമത്തിൽ കൂടി പ്രാണനെ ഒതുക്കിക്കൊണ്ട് വർഷശതം മുനി ഈശ്വരൻ 100 കൊല്ലമാണ് 100 ദിവ്യ സംവത്സരം തപസ് ചെയ്തു പ്രാണനെ ഒതുക്കിക്കൊണ്ട്. അതും ക്ഷണത്തിൽ പ്രാണനെ ഒതുക്കാൻ എളുപ്പമല്ല. ആ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ അനവധി 100 കൊല്ലമാണ് രണ്ടുപേരും കൂടി ഭഗവാനെ സേവിച്ചത്. അവിടാണ് അധിഷ്ഠദേകപാദേന ദുർദ്വന്ദ്വോ നിലഭോജന. ഒരു പാദത്തിൽ നിന്നുകൊണ്ട് അധിഷ്ഠദേകപാദേന ഒറ്റക്കാലിൽ മാത്രം നിന്നുകൊണ്ട് വൃക്ഷപർവ്വതത്തില് ഒറ്റക്കാലിൽ മാത്രം നിന്നുകൊണ്ട് കാതിനെ ഒതുക്കി വേറൊന്നും കേൾക്കാതെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഒതുക്കിക്കൊണ്ട് അവിടെ ശക്തിയായ തപസ്സാണ്. 100 കൊല്ലക്കാലം ഒറ്റക്കാലിൽ മാത്രം നിന്ന് ഭൂമി തൊട്ടുകൊണ്ട്, ഇടയ്ക്കിന് കാല് മാറ്റുന്നു, അത് ഒറ്റക്കാലിൽ ഭൂമിയെ തൊട്ടുകൊണ്ട് സർവലോകങ്ങളുടെയും നാഥനായ ശരണം തം പ്രപദ്യേഹം യേവ ജഗദീശ്വരത്തിൻ്റെയും നാഥനായ സർവേശ്വരന് സദൃശന്മാരായ സർവേശ്വരന് തുല്യനായ ശരണം തം പ്രപദ്യേഹം യേവ ജഗദീശ്വര പ്രജാം ആത്മസമാം മഹ്യം പ്രയച്ഛത്വിധി ചിന്തയൻ. ഈ സങ്കല്പത്തോടു കൂടിയാണ് ഈശ്വരനെ തപസ് ചെയ്ത് എല്ലാവരുടെയും നാഥനായ ഈശ്വരന് തുല്യനായ സദൃശനായ സന്തതി വേണം എന്ന് മോഹിച്ചുകൊണ്ട് 100 കൊല്ലം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഈ സങ്കല്പം ഇന്ന ഈശ്വരൻ ഇല്ല സർവേശ്വരൻ എന്ന ഭാവം ജഗദീശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് 100 കൊല്ലമാണ് ഏകാഗ്ര തപസ് ഈ അനസൂയയും അത്രി മഹർഷി ചെയ്ത്. അങ്ങനെ ആ തപസ്സില് തപ്യമാനം ത്രിഭുവനം ത്രിഭുവനം പ്രാണായാമേധസാഗ്നിന നിർഗതേന മുനേർമൂർധ സമീക്ഷ പ്രഭവസ്ത്രയ അപ്സരോ മുനിഗന്ധർവ സിദ്ധ വിദ്യാധരോരഗയ്യ വിധായമാനേശതസ്തദാശ്രമവധം യയു. 100 കൊല്ലം ഒറ്റക്കാലില് ഇന്ദ്രിയങ്ങളെ ഒതുക്കിക്കൊണ്ട്, അതും അഗ്നി ഉള്ളിൽ ജ്വലിപ്പിക്കണ കൂട്ടത്തിലാണ്. അങ്ങനെ ആ ഈശ്വരനെ ഉള്ളിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അതിഘോരമായ തപസ് 3 ലോകത്തിനും വാസ്തവം ഇദ്ദേഹത്തിൻ്റെ തപസ് കൊണ്ട് ചൂടായി കഴിഞ്ഞു. എല്ലാവർക്കും ചൂടായിട്ട് വിഷമായിട്ട്, അതും ജഗദീശ്വരന്മാരായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ഇവിടെ തപസ്സിനെ കേട്ടു. അവിടെ ആണെങ്കിൽ ഈ ആശ്രമത്തിലേക്ക് അപ്സരസ്സുകളോടും മുനീശ്വരന്മാരോടും ഗന്ധർവന്മാരോടും സിദ്ധന്മാരോടും കൂടിയിട്ട് ത്രിമൂർത്തികള് വന്ന രംഗം ഇക്ഷപർവ്വത്തിലേക്ക് വന്ന് ഒറ്റക്കാലിൽ നിൽക്കുന്ന അത്രി മഹർഷിയും അനസൂയയും ത്രിമൂർത്തികളെ കണ്ടു.
കണ്ടവന് എന്തൊന്നില്ലാത്ത സന്തോഷം വാസ്തവം. കാരണം ഇന്ന ഈശ്വരൻ പ്രത്യക്ഷപ്പെടണമെന്നല്ല, ഇവിടെ എല്ലാത്തിനും നാഥനായ ഈശ്വര സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഒറ്റ കാലില് അതും കണ്ണടച്ച് സർവേശ്വരനായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് 100 കൊല്ലം അതിഘോരമായ തപസ്സനുഷ്ഠിച്ചവും ബ്രഹ്മാവ വിഷ്ണു മഹേശ്വരന്മാര് ഇത് അറിഞ്ഞ ഗന്ധർവന്മാരോടും ഈശ്വരന്മാരോടും അപ്സരസോടും സിദ്ധന്മാരോടൊക്കെ കൂടി ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കീർത്തിയെ കേൾക്കുന്ന ഈ ദിക്കിലേക്ക് ഈ ആശ്രമത്തിലേക്ക് എല്ലാവരും കൂടിയാണ് വന്നു ഇവിടെ ഋഷീശ്വരൻ കണ്ടു. ഇവിടെ ഇവരെ കണ്ട് നമസ്കരിക്കുന്ന ഭാഗം നമുക്ക് ചായ കഴിഞ്ഞിട്ട് വർണ്ണിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ കൂടിയായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രമുള്ള ദിവസത്തില് കാർത്തിക മാസത്തിലെ ഭഗവാന്റെ ദക്ഷയാഗം കഥയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നരനാരായണ അവതാരം പറയുന്നു. ഇന്നത്തെ എന്തോ ഗുരുവായൂരപ്പൻ്റെ വികൃതി എന്നുള്ളൊരു വാക്ക് തന്നെ പറയട്ടെ, ഓൺ ലൈവ് കുറച്ച് നേരം കളിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾക്കും ഇത് കാണാനുള്ള അവസരം ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ 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 എന്ന നാമം ജപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ ഗുരുവായൂരപ്പ. നാരായണ 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 നാരായണ. ഇടയ്ക്കിടയ്ക്ക്